Good morning, everyone. Good morning, Miss. Good morning, ma'am. Okay, morning. അപ്പോ എല്ലാവർക്കും ഹാപ്പി ഓൺ once again അല്ല ഹാപ്പി ഓൺ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നമ്മളങ്ങനെ ഓണം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ. മാർച്ചിലെ ഫസ്റ്റത്തെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. എല്ലാവരും നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ എല്ലാ ബാച്ചിലും സെലിബ്രേഷൻ ആണ്. പക്ഷെ നിങ്ങൾ മാത്രം ഇന്ന് പറയും. ഞങ്ങളുടെ സാങ്കേതിക തടസ്സം കാരണം നാളത്തേക്കെന്നൊക്കെ ഓർത്താ, പക്ഷെ അത് നടക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തേക്ക് മാറ്റി. നാളെ എന്നെങ്കിലും ഞാൻ സൈഡിൽ കൊടുത്ത് വന്നേനെ. കാരണം എന്റെ മോളുടെ സ്കൂളില് സെലിബ്രേഷൻ ആണല്ലോ, അപ്പോൾ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോണം. സൈഡിൽ കൊടുത്ത് വന്നേനെ, കുഴപ്പമില്ല. പ്രയർ സ്റ്റാർട്ട് ചെയ്യുവാരെങ്കിലും സമയം കളയരുതിട്ട. ഒരു കാര്യം മുൻകൂട്ടി പറയട്ടെ, 11:30 എനിക്ക് ക്ലാസ് ഉണ്ട്. എമർജൻസി ആയിട്ട് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ ക്ലാസ് ഉണ്ടാകും. പ്രോഗ്രാം കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ അശ്വതി മിസ്സിനെ കൊണ്ടുവരാം. ഓക്കെ, മതി. സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രയർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കിരണങ്ങൾ ധരണി തമ്മടിത്തട്ടിൽ ആലേഖനം ചെയ്യാനൊരുങ്ങും നേരം. ആദ്യത്തെ കിരണങ്ങൾ ധരണി തമ്മടിത്തട്ടിൽ ആലേഖനം ചെയ്യാനൊരുങ്ങും നേരം. മടിയാതെ ഉണരുവാനൊരുമിച്ചു പഠിച്ചു വളരുവാൻ കനിവേക്കണം. മടിയാതെ ഉണരുവാനൊരുമിച്ചു പഠിച്ചു വളരുവാൻ കനിവേക്കണം. ആദ്യത്തെ കിരണങ്ങൾ ധരണി തമ്മടിത്തട്ടിൽ ആലേഖനം ചെയ്യാനൊരുങ്ങും നേരം. Signing today. Good morning, ma'am. Good morning to all. My name is Manju. You are all welcome, actually, ma'am, to our class. I am so happy to see you together here. I hope the class will get done successfully. I hope you will enjoy the class. Okay, will take. Okay, then what up today? മാം തന്നെ പറഞ്ഞോളൂ. മാം തോട്ട് ഓഫ് ദ ഡേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാം ഇനാഗ്രേഷൻ ചെയ്തു. ഇനാഗ്രേഷൻ ഞാനായിരുന്നു. യെസ്, അതുകൊണ്ടല്ലേ ഞാൻ എഴുതിയത്. ഞാനോ? പക്ഷേ ഞാൻ പ്രിപ്പയർഡ് അല്ലല്ലോ. നോ, അതൊക്കെ പ്രിപ്പയർഡാ. മാം ചെയ്യും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ MD-20 ബാച്ചിന്റെ ഓണം സെലിബ്രേഷൻ ആണ്. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റത്തെ ഓണം സെലിബ്രേഷൻ ആണ്. ഓക്കെ, സോ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. ഞാനും വെയിറ്റിംഗ് ആണ്, ഈഗർലി വെയിറ്റിംഗ് ആണ്. ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആരും ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. സോ ഞാൻ സർപ്രൈസ് ആണെന്ന് വിചാരിക്കുന്നു ഞാൻ. സോ അപ്പോ ഈ വർഷത്തെ എന്റെയും ഫസ്റ്റത്തെ ഓണം സെലിബ്രേഷൻ ആണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി സമയം കളയുന്നില്ല, നമുക്ക് ഒട്ടും സമയമില്ല. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഓണാശംസകൾ. ഓക്കെ, ആൻഡ് അഡ്വാൻസ്. ഓക്കെ, സോ വെൽക്കം യു ഓൾ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. പറയട്ടെ മാം. സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞോ അധികം. ഒരു മിനിറ്റ്. ഇനി എന്റെ പ്രസൻസ് ഇവിടെ ആവശ്യമില്ല. മീൻസ് ഞാൻ ഉണ്ടാകും, ബാക്കി എല്ലാവരും നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ. സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമായി വീണ്ടും ഒരു പൊന്നോണം നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റെസ്പെക്റ്റഡ് അശ്വതി മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഈ മനോഹരമായ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ഓണാഘോഷത്തിന് കൂടുതൽ മിഴവേകിക്കൊണ്ട് സ്വാഗത പ്രസംഗമായി എത്തുന്നു ഷഹന.
ഷഹന. ക്യാമറ ആരും ഓൺ ചെയ്തില്ല? ക്യാമറ ഓൺ ചെയ്യണ്ടേ? ക്യാമറ ഓൺ ചെയ്യൂ. എന്ത് സെലിബ്രേഷനാ? ക്യാമറ ഓൺ ചെയ്യൂ. സുന്ദരിയായിട്ടായിരിക്കും വന്നേക്കണം എല്ലാവരും അല്ലെ? അപ്പൊ ക്യാമറ ഓൺ ചെയ്യൂ. ഞാൻ എന്നെ അൺപിൻ ചെയ്യൂട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ക്യാമറ ഓൺ ചെയ്യാൻ പേടിയില്ലാത്തത്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ. ഞാൻ അൺപിൻ ചെയ്യാണേ. എനിക്ക് എല്ലാവരും കാണണം. ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇപ്പൊ. ഷഹന പറഞ്ഞോളൂ, സമയം കളയണ്ട. സാരി ഒന്നും എടുത്തിട്ടില്ല മിസ്സേ, അതുകൊണ്ടാ പിന്നെ ക്യാമറ ഓൺ ആക്കാത്തത്. കുഴപ്പമില്ല. അപ്പൊ ഞാനൊക്കെ സാരി എടുത്താണോ വന്നിരിക്കുന്നത് അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല മിസ്സേ, വീട്ടിലത്തെ വേഷാണ്. ശേടാ, സെലിബ്രേഷൻ ആയിരുന്നില്ലേ? എന്താണത്? കുഴപ്പമില്ല. ബാക്കി സാരമില്ല, എല്ലാവരും ചെയ്യൂ ഷഹന, കുഴപ്പമില്ല. ഷഹന കേൾക്കുന്നുണ്ടോ? എവിടെയാണെവിടെ? ആണില്ലല്ലോ, ക്ലാസ്സിലുണ്ട്. റെഡിയാവാൻ പോയതാവും. ഓക്കെ, ഷഹന വരട്ടെ. ബാക്കി എല്ലാവരും കൂടിയാണ്. ആരും പ്രിപ്പയർഡ് അല്ല? ഓണർ സെലിബ്രേഷൻ ആയിട്ട് പ്രിപ്പയർ ആണ്. ക്യാമറ ഓൺ ചെയ്തില്ല. ഞാൻ ഫുൾ സ്ക്രീൻ ഒക്കെ ആക്കി വെച്ചിരിക്കുക. എല്ലാവരെയും കാണാം. പക്ഷെ ആരും അധികം അടുത്തതിലേക്ക് പോകാം. എന്നാൽ ഷഹന വരട്ടെ. സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് നമ്മുടെ ആ റൊട്ടീൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. നിറങ്ങളുടെ ലോകത്തേക്ക് ഇനി നമുക്ക് കടക്കാം. ഓണത്തിന്റെ മനോഹരിത നിറങ്ങളോടെ അവതരിപ്പിക്കുന്ന ചിത്രരചനയും ഓണത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് പൂക്കളം. വിവിധ നിറങ്ങളുള്ള പൂക്കൾ ചേർത്തൊരുക്കുന്ന പൂക്കളും നമ്മുടെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. ഈ രണ്ട് മത്സരങ്ങളും തുടങ്ങാം. ചിത്രരചന ചെയ്യുന്നവരും പൂക്കളം ഒരുക്കുന്നവരും നേരത്തെ തന്നെ അവര് ഒരുക്കി തുടങ്ങിക്കോളൂ. ഇവിടെ ഓണപ്പാട്ട് കഴിയുമ്പോഴത്തേക്കും അത് ക്യാമറ ഓൺ ചെയ്തിട്ട് കാണിച്ചാൽ മതി എല്ലാവർക്കും. അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. ചിത്രരചനയ്ക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നെ പൂക്കളം നിങ്ങൾക്ക് എങ്ങനെ പറ്റുമോ അങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, പേര് തന്നവരൊക്കെ. അപ്പൊ ഇനി ഓണപ്പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. പയ്യെ നമുക്ക് പരിപാടികളിലേക്ക് കിടക്കാം. ഇല്ലേ അധിക? ഓക്കെ അല്ലേ? ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഓണപ്പാട്ടുകളും പൂക്കളങ്ങളും ഓണക്കളികളുമാണ്. ഇനി നമ്മുടെ മനസ്സിൽ ഓണത്തിന്റെ മധുരം നിറയ്ക്കാൻ ഒരു മനോഹരമായ ഓണപ്പാട്ടുമായി എത്തുന്നു ആതിര. ആതിരല്ലേ? ആതിര കേറിയില്ലേ? ഷഹന വന്നോ? അടുത്ത ആളെ വിളിക്കട്ടെ? അടുത്ത ആളെ വിളിക്കും. ലിജി. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. തുടങ്ങട്ടോ? ഓണം 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 പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാം തുമ്പി വന്നൂടെ, എന്നോടൊപ്പം പോന്നൂടെ. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാം തുമ്പി വന്നൂടെ,
പോന്നൂടെ. ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. ഓഹോയ് 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 ഓഹോയ്. തനനന തന്നാനേ 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 തേ ദേ ദേ തോം തേ ദേ ദേ തോം തേ ദേ ദേ തോം തേ ദേ ദേ തോം. ആയിരമല്ലി പൂ പറിക്കാം, കൊന്നമരത്തിൽ ചില്ലടർത്താം. ആയിരമല്ലി പൂ പറിക്കാം, കൊന്നമരത്തിൻ ചില്ലടർത്താം. ആവണത്തട്ടിൽ കളം വരയ്ക്കാം, ആ കളമാകെ പൂ പറിക്കാം. ആ കളമാകെ പൂ പറിക്കാം. ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം അത്തം പത്തിന് തിരുവോണം. ഓയ് 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 ഓയ്. തന്നാനേ 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 തേ ദേ ദേ തോം തേ ദേ ദേ തോം തേ ദേ ദേ തോം തേ ദേ ദേ തോം. തൂഷനിലയിൽ സദ്യയുണ്ട്, കൂട്ടരോടൊത്ത് തുമ്പിത്തുള്ളാം. തൂഷനിലയിൽ സദ്യയുണ്ടാം, കൂട്ടരോടൊത്ത് തുമ്പിത്തുള്ളാം. തൊടിയിലെ മാവിൽ ചില്ലുലയ്ക്കാം, ആടിത്തിമിർത്ത് മനം നിറയ്ക്കാം. ആടിത്തിമിർത്ത് മനം നിറയ്ക്കാം. ഓണം 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 പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ, കണ്ണാൻ തുമ്പി വന്നൂടെ. എന്നോടൊപ്പം പോന്നൂടെ. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ, കണ്ണാൻ തുമ്പി വന്നൂടെ. എന്നോടൊപ്പം പോന്നൂടെ. ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. താങ്ക് യു. വെരി ഗുഡ്. അടുത്ത ഓണപ്പാട്ടുമായി നമ്മുടെ മുന്നിലെത്തുന്നു വർഷ. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മനസാകിനിലാവ്. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മനസാകെ നിലാവ്. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, തിരുവാവടിരാവ്. മനസാകെ നിലാവ്. മലയാള ചുണ്ടിൽ
മലരോണപ്പാട്ട്. ഹാപ്പി ഓണം. താങ്ക് യു. മാം ഞാന് പോവാണ്, എനിക്ക് പനിയാണ്. ആണോ? ഓക്കെ ഓക്കെ ഹാപ്പി ഓണം. താങ്ക് യു മാം, ഹാപ്പി ഓണം. അടുത്ത ഓണപ്പാട്ടുമായി നമ്മുടെ മുന്നിലെത്തുന്നു സാന്ദ്ര. ഹലോ, ഞാനും തിരുവാവണി രാവ് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ. കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കവിളത്ത് പുന്നാര കാറ്റിന്റെ സല്ലാപം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുയരുന്നു സംഗീതം സംഗീതം. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. താങ്ക് യു മാം, താങ്ക് യു ഓൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെരി ഗുഡ് സാന്ദ്ര. അടുത്തതായി ഓണപ്പാട്ടുമായി എത്തുന്നു ദിവ്യ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഓണം. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കും മുട്ടില്ല താരം. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല. ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഇല്ല പാരിൽ. മാവേലി നാടു പണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കും മുട്ടില്ല താരും. കള്ളവുമില്ല ചതിയുമില്ല,
എള്ളോളമില്ല പുളിവചനം വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. ഇതേപോലെ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞൊരു ഓണം ഉണ്ടാകട്ടെ ഈ വർഷവും. എല്ലാവർക്കും നന്ദി. താങ്ക് യു മാം. അടുത്തതായി അതിമനോഹരമായ ഒരു ഓണപ്പാട്ടുമായി അശ്വതി മാം. മാം ഒരു പാട്ട് പാടാൻ പറഞ്ഞില്ലേ? ഇത് നല്ല പണിയായിരുന്നു. ലിസ്റ്റിൽ എഴുതിയിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബാക്കി കഴിഞ്ഞോ? പ്രോഗ്രാം കഴിഞ്ഞോ? ഇല്ലില്ല, പ്രോഗ്രാം ഉണ്ട്. മാമിന്റെ പാട്ട് അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പാടാൻ പാടിയിട്ടേ പോകുള്ളൂ. മാമിന് കുറച്ച് സമയം കൊടുക്കാം. പെട്ടെന്നൊക്കെ വിളിക്കില്ല, ഞാൻ ഞെട്ടി. ഞാനിങ്ങോട്ട് അധിക ഓക്കെ, മാമിന് കുറച്ച് സമയം കൊടുക്കാം. പാവല്ലേ. അടുത്ത ആളെ വിളിച്ചു. അടുത്തതായി ഓണപ്പാട്ടുമായി എത്തുന്നു ഖദീജ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ വേണമെന്നില്ല. പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളങ്കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ. താങ്ക് യു. വെരി ഗുഡ്. അടുത്ത ഓണപ്പാട്ടുമായി നമ്മുടെ മുന്നിലെത്തുന്നു ബിന്ദു. ഓണം ഓണം തിരുവോണം രണ്ടാം നാളിത് പൊന്നോണം ഓണക്കോടി ഉടുക്കേണം ഓണപ്പാട്ടുകൾ പാടേണം ഓണസദ്യയുണ്ടിട്ട് ഓണക്കളികൾ കളിക്കേണം ഓണത്തപ്പാമാവേലി ഞങ്ങളുമുണ്ടേ നിന്നൊപ്പം ഓണം ഓണം പൊന്നോണം രണ്ടാം നാളിത് തിരുവോണം ഓണക്കോടി ഉടുക്കേണം ഓണപ്പാട്ടുകൾ പാടേണം ഓണസദ്യയുണ്ടിട്ട്
ഓണക്കളികൾ കളിക്കേണം. ഓണത്തപ്പാമാവേലി ഞങ്ങളും നിന്നൊപ്പം. വെരി ഗുഡ് ബിന്ദു. അടുത്തതായി നമ്മുടെ മുന്നിലേക്ക് ഓണപ്പാട്ടുമായി എത്തുന്നു അശ്വതി. അശ്വതിയാണോ ഇപ്പൊ SMS ഇട്ടിരുന്നേ മോള് വഴക്കാണെന്ന് പറഞ്ഞിട്ട്? ആതിര. അശ്വതി ഇല്ലേ? ഷഹന റെഡിയാണോ? ഷഹനയുടെ ആ സന്ദേശം എന്നാ പറയൂ. ഓണത്തിന്റെ അപ്പോഴത്തേക്ക് അശ്വതി വരുമായിരിക്കും. അടുത്ത ആളെ വിളിക്കട്ടെ. വിളിക്കും. അടുത്തതായി നമ്മൾ ഓണപ്പാട്ടുമായി നമ്മുടെ മുന്നിലെത്തുന്നു ഹഫ്സത്ത്. ഞാന് 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ ടെക്സ്റ്റ് ബുക്കിൽ, മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പദ്യമാണ്. നേരത്തെ അത് ദിവ്യ അതിന്റെ ഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് അതിൽ ആ ടെക്സ്റ്റിലുള്ളത് ഞാൻ പാടാം അന്നത്തെ. ഓക്കെ. ഓണം വരവായി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലാതാനും ആധികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. താങ്ക്സ്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. ഇനി ഓണപ്പാട്ടുമായി നമ്മുടെ മുന്നിലെത്തുന്നു അശ്വതി. എല്ലാവർക്കും ഓണ ആശംസകൾ. മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ പൊന്നാരം കൊയ്തല്ലോ പൊന്നോണം പൂവേ പൊലി ആരവമായി മലയാളക്കരയുടെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ ആയിരം ഓർമ്മകൾ ഒഴുകിയണയുന്നു ഓണത്തിരി നീട്ടം പൂവേ ആയിരം ഓർമ്മകൾ ഒഴുകിയണയുന്നു ഓണത്തിരി നീട്ടം പൂവേ കുന്നിൻ ചെരുവും പാടവരും കുമ്മാട്ടിക്കളിയാടിയതും തെളിയും ആവിൽ നിറചന്ദനമൊഴുകുമ്പോൾ വെള്ളാമ്പൽ പൂച്ചൂടിയതും അവനോടാരോ കഥകൾ ചൊല്ലിയതും മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ
ഏഴേഴു വർണ്ണ തൂകിയണിഞ്ഞേ പൊന്നാരം കൊയ്തല്ലോ പൊന്നോളം പൂവി പുലിയാരവമായി മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ പതിവായി ചിങ്ങത്തിൻ പൂപ്പാലിക തീർക്കുമ്പോൾ ആ ചെറുപെണ്ണായി പതിവായി ചിങ്ങത്തിൻ പൂപ്പാലിക തീർക്കുമ്പോൾ ആ ചെറുപെണ്ണായി ചാരത്തവനുണ്ട് പാട്ടുണ്ട് ഓണക്കിളി കൂടെയുണ്ട് വളകൾ തരിവളകൾ ചിരിച്ചില്ലാട്ടമാടുമ്പോ അറിയാതെ തന്നൊരു മുത്തം കള്ളച്ചിരിയോടെ ഒറ്റ നടത്തം മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ പൊന്നാളം പൊന്നോളം പൂവി പുലിയാരവമായി പൊന്നാരം പൊന്നോളം പൂവി പുലിയാരവമായി മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ പോകി നീയന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ. താങ്ക് യു. വെരി ഗുഡ്. അടുത്തത് നമ്മളെ ഓണപ്പാട്ടുകൾ ഇതോടുകൂടെ സമാപിച്ചിരിക്കുകയാണ്. അടുത്തതായി ഓണച്ചൊല്ലുകൾ ആണ്. ഓണച്ചൊല്ലുകൾക്ക് ശേഷം തിരുവാതിരക്കളി ഉണ്ടായിരിക്കുന്നതാണ്. തിരുവാതിരക്കളിക്കുള്ളവർ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. ആദ്യമായി നമ്മുടെ മുന്നിലേക്ക് ഓണച്ചൊല്ലുമായി എത്തുന്നു സിൽജ. രജിത. ഓക്കെ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഓണാശംസകൾ. എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ശരിയായിട്ടില്ല ഇപ്പോഴും. പിന്നെ നമ്മളൊക്കെ ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മയാണല്ലേ, നമ്മളെ ചെറുപ്പകാലത്തുള്ള ഓർമ്മകൾ. പിന്നെ അതുപോലുള്ള നല്ല സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മയാണ് നമുക്ക് എപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ. പിന്നെ പൂവിളിയും ഓണപ്പാട്ടും ഓണത്തപ്പനെ വരവേറ്റുന്ന ഒരു കാലം മലയാളിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഓണാഘോഷങ്ങളിലെ പരമ്പരാഗതമായ പലതും നമുക്ക് ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഓണച്ചൊല്ലുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ സാധാരണ നമ്മളിങ്ങനെ പറഞ്ഞു പോയിരുന്ന ഒരു കാര്യമായിരുന്നു ഓണച്ചൊല്ലുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ അതൊന്നും ആരും പറയാറുമില്ല, അങ്ങനെ നമുക്ക് കേൾക്കാറില്ല. അപ്പോൾ ചെറിയ ചെറിയ ഓണച്ചൊല്ലുകളെ കുറിച്ച് ഞാൻ ഇവിടെ പറയാം. ഒന്നാമതായി ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം. അതായത് പിന്നെ അതിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം എന്ന് പറയുമ്പോൾ സാധാരണ അനവസരത്തിലുള്ള പ്രവൃത്തികളും ഇടപെടലുകളും അങ്ങനെ ഒരു പരിഹസിക്കാനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. വലിയ കാര്യം എന്തെങ്കിലും പറയുന്നതിൻ്റെ ഇടയിൽ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം എന്ന് പറയുന്നത്. പിന്നെ
അത്തം കറുത്താൽ ഓണം വെളുക്കും. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. അതൊരു സമൂഹത്തില് താഴ്ന്ന തട്ടിലുള്ളവർക്ക് എന്നും എന്താണ് ദാരിദ്ര്യത്തിന്റെ ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. എന്തൊക്കെ ആഘോഷങ്ങളായാലും പിന്നെ സന്തോഷത്തിൻ്റെതായാലും ഒക്കെ സമ്പന്നര് വേറെ എന്താണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവര് അങ്ങനെ തന്നെ, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അതിൽ നിന്നും കിട്ടുന്നത്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒന്നാമത്. പിന്നെ ഓണം വരാൻ ഒരു മൂലം വേണം. അതായത് ഓണം വരാൻ ഒരു മൂലം വേണം എന്ന് പറയുമ്പോൾ മൂലം എന്ന ഇതിൽ രണ്ടർത്ഥം വരുന്നുണ്ട്. എന്താണ് കാരണം എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു പിന്നെ കാര്യത്തിനായാലും ഒരു അടിസ്ഥാനമായിട്ട് ഒരു മറ്റെന്തെങ്കിലും ആയിട്ട് ഒന്നുണ്ട്. കാരണമില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നതാണ് ഇതിൽ പറയുന്നത്. പിന്നെ മൂലം നക്ഷത്രം കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരുവോണം വരുന്നത്. അങ്ങനെയും അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. പിന്നെ കാണം വിറ്റു ഓണം ഉണ്ണണം. ഓണം കഴിഞ്ഞു ഓലപ്പുര, പിന്നെ ഓട്ടപ്പുര. ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ഛന്മാർക്കൊക്കെയും വെപ്രാളം. പിന്നെ ഉണ്ടെങ്കിൽ ഓണം പോലെ, അല്ലെങ്കിൽ ഏകാദശി. ഓണത്തിന് ഉറുമ്പും കരുതും. ചിങ്ങമാസത്തിൽ തിരുവോണത്തിൻ നാളിൽ പൂച്ചയ്ക്ക് വയറുവേദന. ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ? അത്തം പത്തോണം, ഓണം കേറാ മൂല, ഓണാട്ടം വിതച്ചാൽ ഓണത്തിന് പുത്തിരി. അങ്ങനെയുള്ള ഒരുപാട് ചൊല്ലുകളുണ്ട്. ഞാൻ ചെറുതായിട്ട് പറയുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. വെരി ഗുഡ് രജിത. അടുത്തത് ഓണച്ചൊല്ലുമായി എത്തുന്നു ഫാത്തിമ. ഫാത്തിമ, സിൽജ ആരെങ്കിലും ഉണ്ടോ? ഫാത്തിമ നാസറാണോ? രണ്ടുപേരുണ്ട്, രണ്ട് ഫാത്തിമ ക്ലാസ്സിലുണ്ട്. ഞാനല്ല മാം, ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫാത്തിമ KL. കേറിയില്ലേ ഇനി? സിൽജ ഉണ്ടോ? സിൽജ ഓണച്ചൊല്ല് പറയാൻ. ഇല്ലാത്തവരുടെ പേര് പിന്നീട് നമുക്ക് വിളിക്കാം. ഇപ്പൊ ഉള്ള ആരുടെങ്കിലും പേര് വിളിച്ചോളൂ. ഓർഡർ തെറ്റാണെങ്കിൽ തെറ്റട്ടെ, കുഴപ്പമില്ല. ഓണച്ചൊല്ലുകള് ചിത്രരചനാ മത്സരത്തിൽ പേര് തന്നത് വർഷ, മുഫീദ, ഷംസിയ, ബിന്ദു. പൂക്കള മത്സരം വർഷ, അജിത, നീതു, മഞ്ജു. കഴിഞ്ഞാൽ അറിയിക്കുക. അടുത്തത് തിരുവാതിരക്കളിയാണ്. ഈ പ്രോഗ്രാമിനുള്ളവർ അടുത്ത് പ്രിപ്പയർ ആയിട്ടിരുന്നോളൂ, പെട്ടെന്ന് ചെയ്യാമല്ലോ. അതെ, ചിത്രരചന കഴിഞ്ഞവര് അത് കറക്റ്റ് ആയിട്ട് വെച്ചോളുക. ഞങ്ങൾ തിരുവാതിര കളിക്കുന്ന സമയം കൊണ്ട്. തിരുവാതിരക്കളിയില് ദിവ്യ, സാന്ദ്ര, മിസ്ന, മിസ്ഹ, ആശ, മഞ്ജു, ജീന ഇവരെ സ്വാഗതം ചെയ്യുന്നു. മാമിനൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നടക്കുന്ന എന്ത് പരിപാടിയുടെ, അതെ അതെ, എല്ലാ പരിപാടിയുടെയും സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് മാമാ, കോൺവെക്കേഷൻ്റെ അന്ന്. അനിയോ ഇതുപോലെ ഞങ്ങൾ ആരെയൊക്കെ വിളിച്ചിട്ട് ആ ഭാഗ്യം മാഡത്തിനാ കിട്ടിയത്. നോക്ക്, തിരുവാതിരക്കുള്ള ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. അതെ, എനിക്ക് തിരുവാതിരക്കളിയാണ് ഞാൻ വെയിറ്റ് ചെയ്യാറ് കേട്ടോ. അല്ലാതെ നിങ്ങളെല്ലാം ഞാൻ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു മാം. കുറച്ചുപേരൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അത് മാത്രം ഞാൻ പലപ്പോഴും സ്റ്റെപ്പാണെങ്കിലും കളിയാക്കരുത് കേട്ടോ. അതെ, പെട്ടെന്ന് പല തട്ടിക്കൂട്ടാണ്. സ്റ്റെപ്പാണെങ്കിലും മാം ഒന്നും വിചാരിക്കരുത്. മാം അത് കണ്ടില്ല കേട്ടില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നന്നായാലേ ഞാൻ പ്രശ്നമുള്ളൂ, കൊളയായാൽ നല്ല രസമായിരിക്കും. ഞാൻ പാട്ട് പാടുമ്പോഴും അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കണം കേട്ടോ. ഓക്കെ. തിരുവാതിര തുടങ്ങാം. ആ നേരം കൊണ്ട് ആ ചിത്രരചനയും പൂക്കളും ഒന്ന് തീർത്തേക്കണേ. പിന്നെ ഓണച്ചൊല്ല് പറയാനുള്ളവർക്കും അവസരം അപ്പോഴത്തേക്കും റെഡിയായിരിക്കുക. ഇതിനകത്തുണ്ടെന്ന് വിചാരിക്കുന്നു. തിരുവാതിരയുടെ പാട്ട് ആരാ ഇടുന്നെന്ന് പറഞ്ഞു? സാന്ദ്രയാണോ? ആരാ ഇടുന്നെന്ന് പറഞ്ഞു? എവിടാ ആരാ? ഞാൻ എന്ത് പാട്ടാ പാടാൻ പോണത്? മഞ്ജു. മഞ്ജു ആണോ? മഞ്ജു എന്നാ വീഡിയോ ഓണാക്ക്. വേറെ ആരും ഉണ്ടല്ലോ. സാന്ദ്ര ഉണ്ട്, മഞ്ജു ഉണ്ട്, ഞാനുണ്ട്, ജീനയുണ്ട്. പിന്നെ ആരാ ഉള്ളേ? വീഡിയോ ഓണാക്കുന്നതിന് മുമ്പ് ഒന്ന് പറയണേ. ദിവ്യ, അല്ല, സാന്ദ്ര, മിസ്ഹ, ആശ, മഞ്ജു, ജീന. മിഷ്ന മിഷ്ന കേറിയായിരുന്നു. മിഷ്ന എന്തോ തിരക്കിലായിരുന്നു പറഞ്ഞായിരുന്നു. പക്ഷെ ചിലപ്പോൾ കേറുമായിരിക്കും പറഞ്ഞായിരുന്നു. കേറും, പക്ഷെ കളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബാക്കി 4 പേരുണ്ടല്ലോ. എല്ലാരും റെഡി ആണോ? മഞ്ജു ഒക്കെ ആയി. പിന്നെ ദിവ്യ സാന്ദ്ര. ഉണ്ടോ? ഓക്കെ. ഞാനുണ്ട് ദിവ്യ ഇവിടെ. അവിടെ നിന്ന് കളിച്ചോ, അവിടെ നിന്ന് കളിച്ചോ. തിരുവാതിരക്കാണോ 4 പേര്? ഞങ്ങളിപ്പോ 4 പേരാ. ഓൺലൈൻ ആയതുകൊണ്ട് ഞങ്ങൾ പേർ ഇങ്ങനെ കൈ ഇങ്ങനെ ഇതിന്റെ അകത്തുകൂടെ വെക്കും. അതെ. ദിവ്യ ദിവ്യ ഓ അല്ല, ഞാൻ പറഞ്ഞില്ലേ ആരൊക്കെയാണ്? ചിത്രവര പിന്നെ എന്താ? ആരൊക്കെ? 4 പേരല്ലേ? ചിത്രരചന ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ആ തിരുവാതിര അവിടെ നിന്ന് കളിക്കുവോ? ഒരാളാരാ? അടുത്തട്ടെ. ബലൂൺ ഒരാളാരാണ്? രണ്ടും കളിപ്പിച്ചാണ്. പാട്ടേക്കില്ലേ? ഒരു മിനിറ്റ്. 4-മൻ ആരാണ്? ഒരാളും കൂടി പിൻ ചെയ്യണം. 4-മൻ എവിടെ? ആരാ? എല്ലാം ഓടിക്കളഞ്ഞു. കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കും, എന്നാലേ കാണുന്നുള്ളൂ. എല്ലാരെയും പാട്ട് വെക്കല്ലേ? താടി വെയിറ്റ് മാത്രം ചെയ്യൂ. കാണും. 4-മനെ കിട്ടിയിട്ടില്ല. 4-മൻ എവിടെ? ജീന. ജീനയാണോ? ഞാനിരിക്കുന്നത്. ഞാനിവിടെ ഉണ്ട് മാം. ജീനയെ പിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതെ, ആ പാട്ട് ഇടുന്നവര് പറഞ്ഞിട്ടേ ഇടാവുള്ളേ. ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാവോ? 1 സെക്കൻഡ്. യെസ്. 4 പേര് ഒരുമിച്ച് പിൻ ചെയ്യണമെന്നുണ്ട്. ജീനയല്ലേ നെക്സ്റ്റ്? ജീനയെ പിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സോറി കേട്ടോ, 3 പേര് മാത്രമേ പിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സാരിയില്ല, ജീനയ്ക്ക് അത്ര സന്തോഷം. സമയം കളയണ്ട, സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. പാട്ടിട്ടോ? റെഡിയാണോ? മഞ്ജു പാട്ടിട്ടായിരുന്നോ? കേക്കണില്ല കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യണേ കേൾക്കുന്നുണ്ടോന്ന്. ചെക്ക് ചെയ്തിട്ട് കളിക്കാം. കേൾക്കുന്നുണ്ടോ? ഇല്ല.
വേറെ ആർക്കും ഞാൻ അയച്ചിരുന്നല്ലോ, അവരെ ഓൺ ചെയ്താലും മതി. കേൾക്കുന്നില്ല അല്ലേ? ഇല്ല. ഹഫി അതൊന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? ഹഫി വേറെ ഫോൺ ഉണ്ടോ? നിങ്ങൾ എല്ലാവരും കുറച്ചുകൂടി ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുവോ? ഇറങ്ങി നിക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? നോക്കാം, ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ ഇല്ലല്ലോ, കേൾക്കണില്ലല്ലോ. ഒരു മിനിറ്റ്. പ്ലേ ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ കേൾക്കാം. ഒന്നും കൂടെ അടുപ്പിച്ച് വെച്ചേ. ആദ്യം തൊട്ട് ഒന്നും കൂടെ ഇടണം. ഒന്നും കൂടെ ആദ്യം തൊട്ട് ഇടണേ. റെഡി? എല്ലാരും റെഡിയാണോ? ഇപ്പൊ ഇത്രയും കേൾക്കുന്നുണ്ടല്ലോ, അത്രയും മതി. 1 2 3 പറഞ്ഞിട്ട് ഇടാവൂടെ. കളിക്കണ്ടെന്ന് കാണാൻ പറ്റില്ല. 1 2 3 പറഞ്ഞിട്ടേ ഇടാവുള്ളേ. റെഡി? ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കേ. ഓക്കെ ആണോ? റെഡി? ഓണാക്കിക്കളെന്താ കളിക്കാത്ത? കേൾക്കുന്നില്ലേ? എന്താ അങ്ങനെ? അഞ്ചു അൺമ്യൂട്ട് ചെയ്യൂ ആദ്യം. പാട്ട് വെക്കുന്നതിന് അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യണോ? അപ്പൊ പിന്നെ എങ്ങനെ കേൾക്കും? പാട്ട് വെക്കുന്ന ആരാ? ഞാനേ. പാട്ട് വെയ് കേൾക്കണില്ല. അതെന്തോ ശരി. ഞാന് പാട്ട് വെക്കുന്നവര് അൺമ്യൂട്ട് ചെയ്യൂട്ടോ. മ്യൂട്ട് ചെയ്ത് പാട്ട് വെച്ചാൽ കേൾക്കില്ല. ദിവ്യ വെയിറ്റ്. ദിവ്യ ഇവിടെ മഞ്ജു കളിച്ചിട്ടില്ല. ആണോ? കേൾക്കുന്നില്ലായിരുന്നോ? കേൾക്കുന്നില്ല. അവർക്ക് കേൾക്കുന്നില്ല. മഞ്ജു അവിടെ പാട്ട് വെക്കാൻ പറ്റുമോ നോക്ക്, എന്നിട്ട് കളിക്ക്. ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റുമോ അവിടെ? ഇവിടുന്ന് കേൾക്കുന്നില്ലേ? ഇല്ല, അവിടുന്ന് എനിക്ക് കേൾക്കായിരുന്നു, അതാ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഞാനും സാന്ദ്രയും കളിച്ചു തോന്നുന്നു അല്ലേ? സാന്ദ്ര കളിച്ചോ? ഞാൻ ഇവിടെ പാട്ട് വെക്കട്ടെ. അവിടെ പാട്ട് വെക്കപ്പോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാനേ. റെഡി? സ്റ്റാർട്ട് ചെയ്യൂ ഹഫി. സ്റ്റാർട്ട് ചെയ്യ്. പാട്ട് ഓൺ ചെയ്യൂ. ഒരു മിനിറ്റ് ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ നിങ്ങൾ ചെയ്യുന്നത്? പാട്ട് കേൾക്കുന്നില്ല.
പാട്ടില്ല. പാട്ട് പറയൂ, ഞാൻ വെച്ചുതരാം. പാട്ട് പറയൂ, ഞാൻ വെക്കാം. ശിവദം നിറയും. ശിവദം. അവരവരുടെ ഫോണിൽ പാട്ടിട്ടു, അവരങ്ങ് കളിച്ച്. അതാ. അടിപൊളി. ശിവദം നിറയും തിരുവാതിരയാണോ? അല്ലെ, അതാണോ? ഞാൻ പ്ലേ ചെയ്യട്ടെ, കേൾക്കുന്നുണ്ടോ നോക്കൂ കേട്ടോ. തിരുവാതിര സോങ് ആണേ, ഒറിജിനൽ ഇല്ല. കേൾക്കുന്നുണ്ടോ? ഇല്ല. കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് ഗണപതി സരസ്വതിയാണേ. അത് നിങ്ങൾ എന്തെങ്കിലും കളിച്ചോ? കുഴപ്പമില്ല. ശിവദം എന്ന് വരുമ്പോ മറ്റേത് കളിച്ചുണ്ട്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ പാട്ട്? ഇപ്പൊ പിന്നെയും പോയി. ഇല്ല, കുറച്ചുകൂടെ കേൾക്കുന്നേ ഇല്ല. അല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കേട്ടിരുന്നോ? പാട്ട് കേട്ടോ? കേട്ടു. എല്ലാരും കേട്ടോ? ഞാൻ പാട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തു. കേട്ടു. എവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പറയണേ. ശിവദം നിറയുന്നു തുടങ്ങും, അപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ പാട്ട് പ്ലേ ചെയ്യാണ്, നിങ്ങള് നിങ്ങളുടെ പോർഷൻ വരുമ്പോ നിങ്ങൾ കളിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി ഇതുവാതിരവാതിരിൽ പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി ഇതുവാതിരവാതിരിൽ ശ്രീമഹിതം ആതിരയായി പാടിവർ രാവിൽ നീരാവിൽ സജിമാരെ പാപൊളി പിന്നീ പൂക്കുളി ആതിര സജിമാനേ പ്രണവം ചിന്മയരൂപം തൊഴുതു തിരുവാതിരവാതിരിൽ പൂഹമുടൻ കൊടുപാടിതു വീണം വേലികളാടിതു വീരടിതാൾ പൂഹമുടൻ കൊടുപാടിതു വീണം വേലികളാടിതു വീരടിതാളം പ്രണയസ്വരൂപം ചേവൻ തപുരം കൊടുപാടിതു വീണം വേലികളാടിതു വീരടിതാളം പ്രണയസ്വരൂപം ചേവൻ പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി ഇതുവാതിരരാവിൽ ചന്തമുടി വിധമാടകൾ ചാത്തി ചിന്ത ഓക്കെ. ഇതെന്താ സംഭവം എന്നറിയോ? നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അവരും, പക്ഷെ ചില സ്ഥലത്ത് റേഞ്ച് കുറവായിട്ട് ചിലപ്പോ ലാഗിങ് ആണെങ്കിൽ സോങ് വരാം. അതാണ് ഒരേപോലെ കേൾക്കുന്നത്. ചില സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് ഒരു ശക്കല 2 സെക്കൻഡിനുള്ളതേ എടുത്തിടുന്നുള്ളൂ. ഇടയ്ക്ക് ജീന മിസ്സിംഗ് ആയി പോയി. ജീന പോയി, ജീനെ കണ്ടില്ല, ജീന കളിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു പത്രത്തിലാറ്റ കൊടുക്കേണ്ടി വരും. കളിച്ച അത്ര വേറെ വേറെ സ്റ്റെപ്പൊക്കെ ആയിരുന്നിരിക്കാം. എന്നാലും അല്ല, ഓൺലൈനിൽ കാണാൻ നല്ല രസമുണ്ട്. ഇടയ്ക്കൊരു ചമ്മലായി പോയി, അത് ഞാൻ ഓഫ് ചെയ്ത വീഡിയോ. അത് നല്ല പണി. ഞാൻ നോക്കുമ്പോ ചീനിയെ കാണാൻ എല്ലാവരും ചീനി എവിടെ? ചീനിയെ കാണുന്നില്ല. സോറി മാം, ഇടയ്ക്ക് ഇതായി പോയി.
അവസരത്തിന് അബ്സ്കോണ്ടായി. എന്തോ അല്ല, അവസരം കിട്ടിയപ്പോ അബ്സ്കോണ്ടായി എന്ന് പറഞ്ഞതാ. ഒരു കാര്യം പറയട്ടെ, സമയം കണ്ടോ നിങ്ങള്? ഇപ്പൊ ഓണം സമയം കണ്ടു. ചിത്രരചന കാണിക്കാനുള്ളവർ വേഗം കാണിക്കൂ. ടീച്ചറിനെ വേഗം വിടണം. എന്നൊരു മിസ് ലീവാണ്, അതുകൊണ്ട് എനിക്ക് ആ ക്ലാസ്സിലേക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് വന്നതാ. വേഗം കാണിക്കൂ. വീഡിയോ ഓൺ ചെയ്തിട്ട് വരച്ചവരെല്ലാരും കാണിക്കൂ. പിന്നെ പൂക്കളവും കാണിക്കൂ. മിസ്സിന് പോകേണ്ടതാണ്. നമുക്കിനി ഒരു 3 മിനിറ്റും കൂടെ സമയമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ മിസ് പോകും. മിസ് പാടില്ല, നമുക്ക് പാടിയിട്ട് പോയാൽ പിന്നെ മതി. പാടിപ്പിക്കാം. അല്ലെങ്കിൽ ക്ലാസ്സിന് പോകാൻ അനുവദിക്കുന്നതല്ല. കേട്ടോ ഞാൻ കുറച്ച് തിരക്കായിരിക്കും. ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാം. കൊള്ളാം കൊള്ളാം. എന്തായിരുന്നു പേരും കൂടെ ഒന്ന് പറയാമോ? മുഫീദ. ഓക്കെ മാം കാണുന്നുണ്ടോ? വർഷ, ഷംസിയ, ബിന്ദു. എല്ലാരും കാണിക്കൂ കേട്ടോ. മാമിനെ കാണാൻ വേണ്ടി എല്ലാരും കാണിക്കൂ. 3 മിനിറ്റും കൂടെ സമയമുള്ളൂ. ഓക്കെ, സൂപ്പർ സൂപ്പർ. പ്രോഗ്രാമോടുകൂടെ അവസാനിക്കും. വേറെ ആരെങ്കിലും ഉണ്ടോ? ബിന്ദു. ബിന്ദു സൂപ്പർ സൂപ്പർ. വർഷ, ഷംസിയ. ഓണപ്പൂക്കളും കാണിക്കാന്നുള്ളവർക്ക് കാണിക്കാം. ഓണപ്പൂക്കളം വർഷ, അജിത, നീതു, മഞ്ജു. കാണിച്ചോളൂ. ക്യാമറ ഓൺ ചെയ്ത് വേഗം കാണിച്ചോളൂ. എവിടെ നെക്സ്റ്റ് എവിടെ? ബിന്ദുവിന്റെ മുഖ്യതയുടെ ഞാൻ കണ്ടു. ബാക്കിയുള്ളവരില്ലായിരുന്നിരിക്കുന്ന വരച്ചായിരുന്നു. മിസ് ടൈം വേസ്റ്റ് ചെയ്യണ്ട. മാം പാടിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഞാനൊന്ന് ആത്മഹത്യ ചെയ്യും. ശീബ, അങ്ങനെയൊന്നും നീ ചെയ്യരുത്. പറയാൻ പാടില്ല. പാടിക്കോ. പാടിട്ടേ വിടൂലേ? സാരമില്ല, അവര് വെയിറ്റ് ചെയ്തോളും. കുഴപ്പമില്ല. ഞാൻ പോടാ. 11:30 ആവും ഞാൻ വേഗം 11:30 വരെ മിസ് വർത്തമാനം പറയരുത്. നിങ്ങളും മിണ്ടായിരിക്കും. വേഗം പാട്. ഞാൻ സമയം പോവാൻ വെയിറ്റ് ചെയ്യാം. രക്ഷപ്പെടുന്നേ. ഞാൻ പാടിയിട്ട് പോയാൽ മതി പ്ലീസ്. ഞാൻ ഒരുപാടൊന്നല്ല, കുറച്ച് മാത്രം ഞാൻ പാടും. പാടിയുടെ പോകും. കുറച്ച് മാത്രമേ പാടൂ. ഓക്കെ, അപ്പൊ പാടാൻ പാടില്ല. ക്യാമറ ഓഫ് ചെയ്യും. ഓക്കെ, പാടാൻ കേട്ടോ. സൈലന്റ് ആയിട്ടിരിക്കൂ. ശ്രദ്ധിച്ചിരിക്കൂ. പാടുന്നു. ഓക്കെ. തിരുവോണപ്പൂലരിമണി തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുത്തമണി തിരുമീനേഴും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരു ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പൂലരിമണി തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുത്തമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി മതി മതി, ഇത്രയേ ഉള്ളൂ. ധാരാളം. എങ്ങനെയൊക്കെയോ ഞാൻ പാടും. ക്യാമറ ഓഫ് ആക്കിയത് വേറൊന്നുമല്ല കേട്ടോ, ഞാൻ കുറച്ച് അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഫോണോട് ഓക്കെ, ക്യാമറ ഓഫ് ചെയ്ത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ കുറച്ചുകൂടെ അടുത്ത് നിന്നാണ് സംസാരിച്ചത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കില്ല. അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്തത്. ഞാൻ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ വരേണ്ടി വരും. ആരാണ് അയാൾ?
അവിടെ ഒളിഞ്ഞു നോക്കിട്ട് ഓടിയത്? ആരൊക്കെ ഒളിഞ്ഞു അതെ ദിവ്യ, ആരായി പോയി? അയ്യോ അതെന്റെ അനിയനാണേ. ദേ ഇത് കണ്ടോ, ഇത് കൊല്ലം കാണാൻ പറ്റുന്നുണ്ടോ? അത് ഷംസി വരച്ച ചിത്രത്തിനെ കാണിക്കാൻ വേണ്ടി അവൻ എന്റെ അടുത്തേക്ക് വന്നതാ. എന്റെ ബാക്ക് ക്യാമറ ഇതിന്റെ അകത്ത് ബാക്ക് ക്യാമറ എവിടെയാ? ഇനി ക്യാമറ ഇല്ലേ ബാക്ക്? മാം അഡ്വാൻസ് ഓൺ ആശംസകൾ. എങ്ങനെയാണോ ക്യാമറ? ഓക്കെ, അപ്പൊ once again ഞാൻ പറയട്ടെ. അപ്പൊ നാളെയും എന്റെ ക്ലാസ് തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടി കണ്ടിന്യൂ ചെയ്യാട്ടോ, എനിക്ക് ഇഷ്ടമായി. ഇനി ആർക്കെങ്കിലും നാളത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഒരു ചാൻസ് മിസ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ കുറച്ചു പേർക്കെങ്കിലും പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടാകാം, സമയമില്ലല്ലോ. അപ്പൊ നാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പാട്ടൊക്കെ പാടാം. ഞാനും വേണമെങ്കിൽ അതൊരു പാട്ടൊക്കെ പാടാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ടോ. ഞാൻ സാരി കൂടെ ധരിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? പൂക്കൾ ആർക്കെങ്കിലും കാണിക്കാനുണ്ടോ? മാം ഇപ്പൊ ഇറങ്ങി പോവും. ഞാനിപ്പോ വേഗം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കാണിച്ചോ. ക്യാമറ ഓഫ് മീൻസ് ബാക്ക് ക്യാമറ എടുത്തിട്ട്. നാളെ പാടാം, നാളെ സെറ്റാക്കാം. നാളെ നമുക്ക് ബുക്കിംഗ് കേട്ടോ. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ എല്ലാവരും വരും, വിളിക്കാം നമുക്ക് നാളെ. ആരോഗ്യ വെച്ചൊക്കെ പാടും. ഇന്ന് ചെയ്യാത്തവരൊക്കെ നാളെ ചെയ്യുക. മാം ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് നാളെ സെറ്റാക്കാം. അതിനൊരു സങ്കടം വേണ്ട. ഓക്കെ, 2 ക്ലാസ് അടുപ്പിച്ചുള്ളത് നന്നായില്ലേ? നന്ദി പറഞ്ഞില്ല മാം, പോകരുത്. ഹഫി മമ്മി ഒന്ന് വേഗം അല്ല ജീന വേഗം പറ. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ച മാമിന് ഒരുപാട് നന്ദി. പ്രോഗ്രാംസ് അവതരിപ്പിച്ച, പാട്ട് പാടി, ഓണപ്പാട്ട് പാടി, ഓണച്ചൊല്ലൊക്കെ വളരെ മനോഹരമായിട്ട് നന്നായിട്ട് പറഞ്ഞു. എല്ലാവർക്കും നന്ദി. ചിത്രരചന, പൂക്കള മത്സരം, അത് ഓൺലൈനിൽ ഇങ്ങനെ ഒരു ഓണപരിപാടി സംഘടിപ്പിക്കാമെന്ന് ഒരിക്കലും ഇത്രയും നല്ല മനോഹരമാക്കാമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. പക്ഷേ എങ്കിലും നന്നായി ചെയ്തു. കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു. ബാക്കി നന്ദി നമുക്ക് കുറച്ച് മാറ്റി വെക്കണം, നാളെ പറയണം. പിന്നെ പരിപാടി അവതരിപ്പിക്കാതെ പോയി ജീരയ്ക്ക് പ്രത്യേകം നന്ദി. ഓക്കെ, ജീന പോയത് ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. മാം ശരിക്കും ഒരു ചമ്മലായി പോയി ഓൺലൈൻ ഇങ്ങനെ ചെയ്തിട്ട്. ബൈ ബൈ. താങ്ക് യു മാം.